നമസ്കാരം. ഇന്ന് നമ്മളുടെ പ്രഭാഷണത്തിൻ്റെ വിഷയം എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു, അല്ലേ? ധാരാളം പേർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മളുടെ ശരീരത്തിൽ യൂറിക് ആസിഡ് വർദ്ധിക്കുന്നു. യൂറിക് ആസിഡ് എന്ന ഘടകം വർദ്ധിക്കുകയും ഇതുമൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇത് ധാരാളം പേർ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യാൻ ഒരു കാരണം, നമ്മളുടെ ഒരു സുഹൃത്ത് തന്നെ കഴിഞ്ഞ ലൈവ് പ്രോഗ്രാമിൻ്റെ സമയത്ത് ചോദിക്കുകയുണ്ടായി. യൂറിക് ആസിഡിന് നമ്മൾ പ്രോട്ടീനുകളെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, യെസ് ഗായത്രി, നമസ്കാരം, ഗുഡ് ഈവനിങ്, നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ അദ്ദേഹം ചോദിക്കുകയുണ്ടായി, യൂറിക് ആസിഡ് എന്നുള്ള പ്രശ്നത്തിന് എന്തെല്ലാമാണ്, യെസ് നമസ്തേ സന്തോഷ്, എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ നമുക്ക് ലഭിച്ച ഒരു ചോദ്യം കൂടി ഈ ഒരു അവസരത്തിൽ ഞാനൊന്ന് വായിക്കുകയാണ്. ഇപ്പോൾ യൂറിക് ആസിഡ് പ്രശ്നം കൊണ്ട് നന്നായി ബുദ്ധിമുട്ടുന്നു. എനിക്ക് പ്രശ്നം കൈവിരലുകൾക്കാണ്. രാവിലെ വിരൽ മടങ്ങിയാണേൽ നിവർത്താൻ ബുദ്ധിമുട്ട്, നിവർത്തിയ അവസ്ഥയിൽ മടക്കാൻ ബുദ്ധിമുട്ട്, നല്ല വേദനയും അനുഭവപ്പെടുന്നു. എനിക്ക് വന്ന വാട്സപ്പ് മെസ്സേജാണ് ഞാൻ വായിക്കുന്നത്. യൂറിക് ആസിഡ് 7 ഈ അവസ്ഥയിൽ തന്നെ ഇത്രയും പ്രയാസം നേരിടുന്നു. ഒരു വീക്കായി ആപ്പിൾ സിഡാർ വിനെഗർ 1 ഗ്ലാസ് വെള്ളത്തിൽ 1 സ്പൂൺ ഒഴിച്ച് കഴിക്കുന്നു. ഇത്തിരി സ്ട്രോങ് പോലെ തോന്നുന്നു. ഇത് കുടിക്കുന്നതിൽ ദോഷമുണ്ടോ? പിന്നെ മഞ്ഞൾ, ഇഞ്ചി, കറുവപ്പട്ട, കുരുമുളക് ഇവ അരച്ച വെള്ളം കുറുക്കിയും കുടിക്കും. എന്നാലും രാവിലെ ആകുമ്പോഴേക്ക് പ്രശ്നം വല്ലാതെ അലട്ടുന്നു. ജിം പോയിരുന്നു, കഴിഞ്ഞ 2 മാസമായി നിന്നു. ശരീരഭാരം കൂടി. ഇതിനെല്ലാം മറുപടി വൈകിട്ടത്തെ ലൈവിലൂടെ തരാൻ ശ്രമിക്കണേ. ഇതാണ് ആ വാട്സപ്പ് മെസ്സേജ്. അപ്പോൾ ഇതിൽ 3-4 ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഓരോ ഭാഗവും നമുക്ക് ഒന്ന് എടുത്ത് ചർച്ച ചെയ്യാനായിട്ട് ശ്രമിക്കാം. ആൻഡ് ടു ദ മലയാളം, ദോസ് ഹു ഡസൻറ്റ് അണ്ടർസ്റ്റാൻഡ് മലയാളം, the topic that we discuss today is uric acid, and especially whether diet control is the key to finding a proper control for your uric acid issue. And today I received a WhatsApp message. I just read it. Like the message says, like, I have uric acid. This person who sent me the WhatsApp message is saying his uric acid levels are high, and his fingers in the hand, they are not moving properly in the early morning time. He is finding it difficult to move, and heavy pain is there. And for 1 week he is taking apple cider vinegar, whether it is useful in conditions of uric acid. And also he is taking a mixture of turmeric, ginger, cinnamon and black pepper, and whether it will be helpful. And he had been going to gym for a while, but he has stopped it, and his body weight has increased. Whether these issues can be solved and how, this is what he has asked us. അപ്പോൾ ഇതിൽ ആദ്യ ഭാഗം ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ കൈവിരലുകൾക്ക് മരവിപ്പ്, അതുമല്ലെങ്കിൽ കൈവിരലുകൾ അനക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട്, ഇതെല്ലാം തന്നെ ഇദ്ദേഹത്തിന് അനുഭവപ്പെടുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇത് ആദ്യമായി അറിയേണ്ടത് യൂറിക് ആസിഡ് കൂടിയിരിക്കുന്നു എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ 7 യൂറിക് ആസിഡ് ഉള്ളത്. അപ്പോൾ ഇതിനു മുന്നേ യൂറിക് ആസിഡ് വളരെ കൂടിയിരുന്നോ, അതുമല്ലെങ്കിൽ ഇപ്പോൾ കുറച്ചു കാലത്തെ ട്രീറ്റ്മെൻറ്റ്സിന് ശേഷമാണോ ഈ ഒരു ലെവലിലേക്ക് എത്തിയത്? അപ്പോൾ സ്വാഭാവികമായും യൂറിക് ആസിഡ് കുറേ കാലം ശരീരത്തിൽ കൂടി നിന്ന് കഴിഞ്ഞാൽ ഇത് ഗൗട്ട് എന്ന് പറയുന്ന ഒരു ആരോഗ്യ പ്രശ്നത്തിലേക്കാണ് നയിക്കുക. അതായത് നമ്മളുടെ സന്ധികളിൽ യൂറിക് ആസിഡ് ക്രിസ്റ്റലുകൾ ഉണ്ടാകുന്നു, യൂറേറ്റ് ക്രിസ്റ്റലുകൾ. ഈ ക്രിസ്റ്റലുകൾ അഥവാ ഈ പരലുകൾ നമ്മളുടെ ജോയിൻറ്റുകളിൽ അടിഞ്ഞുകൂടി ഇതാണ് ഈ ഗൗട്ട്, അതുമല്ലെങ്കിൽ വളരെ കടുത്ത വേദന പലപ്പോഴും വിരലുകൾക്ക്, സാധാരണഗതിയിൽ കാലുകളുടെ തള്ളവിരലുകൾ അവയിലാണ് ഇത് കാണാറുള്ളത്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ എന്താണ് യൂറിക് ആസിഡ് ശരീരത്തിൽ കൂടാനുള്ള പ്രധാന കാരണം? നമ്മളുടെ ശരീരത്തിൽ ഈ പ്യൂറിൻസ് എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ടാവുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ. അപ്പോൾ പ്യൂറിൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഇവ ഒഴിവാക്കുകയാണ് യൂറിക് ആസിഡിന് ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ടത്. ഇതേപോലെ തന്നെ നമ്മളുടെ ശരീരത്തിൽ നാം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ വിഘടനത്തിൻ്റെ ഫലമായിട്ട്, ഇതിൻ്റെ ഡൈജഷൻ്റെ പ്രോസസ്സിൻ്റെ ഫലമായിട്ട് പ്യൂറിൻസ് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇത് സാധാരണഗതിയിൽ കിഡ്നികളിലൂടെ, അതുമല്ലെങ്കിൽ നമ്മളുടെ വൃക്കകളിലൂടെ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ യൂറിക് ആസിഡ് കൂടുതലായിട്ടുള്ള ആളുകളിൽ
ഒന്നുകിൽ നിങ്ങളുടെ ഭക്ഷണത്തിലൂടെ കൂടുതലായിട്ട് പ്യൂരിൻസ് ശരീരത്തിലേക്ക് വരുന്നുണ്ട്, അതുമല്ലെങ്കിൽ ഈ പ്യൂരിൻസ് വേണ്ട രീതിയിൽ നമ്മളുടെ ശരീരത്തിൽ നിന്ന് എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്നില്ല, അതുമല്ലെങ്കിൽ വേണ്ട രീതിയിൽ ഇത് തള്ളപ്പെടുന്നില്ല. ഇതുകൊണ്ടാണ് ശരീരത്തിൽ യൂറിക് ആസിഡിൻ്റെ ലെവൽ കൂടുന്നത്. അപ്പോൾ യൂറിക് ആസിഡ് കൂടാനായിട്ട്, അതുമല്ലെങ്കിൽ ഈ രീതിയിൽ ശരീരത്തിൽ യൂറിക് ആസിഡ് കൂടുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണത്തിൻ്റെ കാര്യം തന്നെയാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെക്കൻഡറിയാണ്. നിങ്ങൾ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക, നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇപ്പോൾ പ്യൂരിൻസ് അടങ്ങിയ, അതുമല്ലെങ്കിൽ പ്യൂരിൻസ് ശരീരത്തിൽ കൂട്ടാൻ സാധ്യതയുള്ള ഭക്ഷ്യപദാർത്ഥങ്ങൾ എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ എന്നുള്ളത് പ്രത്യേകം തന്നെ നോക്കേണ്ടതാണ്. ഇത് സാധാരണഗതിയിൽ യൂറിക് ആസിഡ് ശരീരത്തിൽ കൂട്ടാൻ സാധ്യതയുള്ള ഭക്ഷണങ്ങൾ പ്രധാനമായും ഇറച്ചികൾ, ബീഫാണെങ്കിലും പോർക്കാണെങ്കിലും മട്ടനാണെങ്കിലും ഇങ്ങനെ ഒരുമാതിരിപ്പെട്ട ഇറച്ചി വിഭാഗങ്ങളെല്ലാം തന്നെ ശരീരത്തിൽ പ്യൂരിൻസ് കൂട്ടാനായിട്ട് സാധ്യതയുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മൾ ചില മീനുകൾ, മത്സ്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ സാധാരണമായി ഒരു കേരളീയൻ കഴിക്കുന്ന അയില, അതുപോലെ തന്നെ മത്തി, കൊഴുവ, ഇതിലെല്ലാം തന്നെ, അതുപോലെ ഷെൽഫിഷ്, ഇതിലെല്ലാം തന്നെ പ്യൂരിൻസ് ഉണ്ട്. അതുകൊണ്ട് ഇവയും ഒഴിവാക്കേണ്ടതാണ്. ഇനി പച്ചക്കറികളിലേക്ക് വരികയാണെങ്കിൽ കോളിഫ്ലവർ പോലെയുള്ള പച്ചക്കറികൾ, അതുപോലെ ബീൻസ്, പരിപ്പ്, പയർ വർഗ്ഗങ്ങൾ, ഇവയെല്ലാം തന്നെ ശരീരത്തിൽ യൂറിക് ആസിഡ് കൂട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഭക്ഷണത്തിൽ നിങ്ങൾ പ്യൂരിൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം ആണോ നിങ്ങൾ കഴിക്കുന്നത്, അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഭക്ഷണ രീതികളിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടോ എന്ന് തന്നെയാണ് ആദ്യമായിട്ട് ചെക്ക് ചെയ്യേണ്ടത്. So, we were discussing the first part of the question, why uric acid is increasing in the body. It is mainly due to purines, which is a factor which is found in many of the foods that we take. Especially, these are very richly found in most of the meats like beef, pork and mutton and that sort of meat items. Secondly, it is also found in most of the fish items, like anchovies, sardines, and all these normal fishes that are Indian, and all these fishes do contain purines. So it is better to avoid meat and fish if you are having high uric acid levels. And also coming to vegetables, lentils and legumes, and also cauliflower, these are high in purines. So diet is an important factor in controlling high uric acid levels. And if you are having high uric acid, please do control, check whether you are taking any of these foodstuffs which are high in purines, which will in turn increase the uric acid level in your body. പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറെ ഒന്ന് രണ്ട് സംഗതികൾ അതുകൂടി പറഞ്ഞു പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത് പ്രധാനമായും നിങ്ങൾ ഈ പറഞ്ഞ ഭക്ഷണത്തിൻ്റെ ഒപ്പം തന്നെ ചിലപ്പോൾ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ചില മരുന്നുകൾ, ഈ മരുന്നുകളുടെ ഒരു ഭാഗമായിട്ടും നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ യൂറിക് ആസിഡ് കൂടിയെന്ന് വരാം. പ്രത്യേകിച്ച് നിങ്ങൾ ആസ്പിരിൻ കഴിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ വൈറ്റമിൻ B3, നിയാസിൻ, ഇതിൻ്റെ സപ്ലിമെൻറ്റേഷൻ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ, ചില കീമോതെറാപ്പി മരുന്നുകൾ ഇവ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഇമ്മ്യൂണോ സപ്രസൻറ്റ് ആയിട്ടുള്ള ചില മരുന്നുകൾ, അതായത് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയെ തടുത്തു നിർത്തുന്ന, പ്രത്യേകിച്ച് ട്രാൻസ്പ്ലാന്റ് എല്ലാം കഴിഞ്ഞിട്ടുള്ള ആളുകൾ അല്ലേ, അതേപോലെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അങ്ങനെയുള്ള മരുന്നുകൾ നിങ്ങൾ കഴിക്കുന്നുണ്ടാകാം. ഇങ്ങനെയുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ അതുപോലെ ഡയോററ്റിക്സ് ഇതെല്ലാം കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ യൂറിക് ആസിഡ് ലെവൽ കൂടാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ഓൾസോ increased uric acid levels may be due to some of the medications that you are taking. So you have to check whether you are having these conditions which can any medicines which can increase the uric acid level in your body, especially diuretics, and if you are taking vitamin B3 or the niacin supplements, and if you are taking chemotherapy medicines, and also if you are taking any immunosuppressants, aspirin, all these diuretics, all these type of medicines can increase the uric acid level in your body. And if you are having increased uric acid level, please to check with your doctor if any of these medicines you are taking. Yes, good evening, Jadesh. Namaskaram, ബാക്കിയുള്ളവർക്കും നമസ്കാരം. അപ്പോൾ so this is the second factor. And thirdly, it can be due to some of the diseases that you have. നിങ്ങൾക്ക് ഉള്ള ചില അസുഖങ്ങൾ, ഇപ്പോൾ നിലവിലിരിക്കുന്ന ചില അസുഖങ്ങളുടെ ഭാഗമായിട്ടും യൂറിക് ആസിഡ് ലെവൽ ശരീരത്തിൽ കൂടാം.
പ്രത്യേകിച്ച് നിങ്ങൾക്ക് കിഡ്നി ഡാമേജ് ഉള്ളവരാണെങ്കിൽ, കിഡ്നികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ, സോറിയാസിസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ശരീരത്തിൽ ഇത് കൂടാൻ സാധ്യതയുണ്ട്. അതേപോലെ ഹൈപ്പോതൈറോയ്ഡ്, ഡയബറ്റിസ്, ഈ കണ്ടീഷൻസ് എല്ലാം തന്നെ സാധാരണഗതിയിൽ ശരീരത്തിലെ യൂറിക് ആസിഡ് വർദ്ധിപ്പിക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. ആൻഡ് ഓൾസോ യൂറിക് ആസിഡ് ലെവൽ ക്യാൻ ഇൻക്രീസ് ഡ്യൂ ടു സം ഓഫ് ദ ഡിസീസസ് that you have like diabetes and also hypothyroidism. These are some of the issues that can increase the uric acid level. So you have to take proper control measures for these issues, these health issues, and also kidney troubles and also psoriasis. These are some of the disease conditions which can trigger uric acid or increase the uric acid levels in your body. So you have to take proper precautionary measures, proper treatments if you are having these medical conditions in your body. അപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ധാരാളം വെള്ളം കുടിക്കുക. കാരണം നമുക്കറിയാം, ശരീരത്തിലെ ആസിഡ് ലെവൽ കൂടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ഡൈല്യൂട്ട് ചെയ്യാൻ, അല്ലേ, ആസിഡുകളെ ഡൈല്യൂട്ട് ചെയ്യാൻ എന്താണ് വേണ്ടത്? വെള്ളം തന്നെയാണ്. അപ്പോൾ നല്ല രീതിയിൽ ഹൈഡ്രേറ്റഡ് ആയിട്ട് ബോഡി കീപ്പ് ചെയ്യുക, ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക, ശുദ്ധമായ ജലം ധാരാളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. രണ്ട്, ഈ പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു ഡയബറ്റിസും ഇതുമായിട്ടുള്ള ഒരു ബന്ധം ഞാൻ പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം കൂടി ഓർക്കുക, ഈ പ്രീ ഡയബറ്റിക് കണ്ടീഷൻസ് ഉള്ളവർക്ക്, അതുപോലെ തന്നെ ശരീരത്തിൽ ഇൻസുലിൻ്റെ അളവ് കൂടിയിട്ടുള്ളവർക്ക്, ഇവർക്കും യൂറിക് ആസിഡ് കൂടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ അമിതമായിട്ടുള്ള പഞ്ചസാര, മധുരമടങ്ങിയ ഭക്ഷണങ്ങൾ, ഇതും നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. കാരണം അമിതമായ പഞ്ചസാര അടങ്ങിയ പാനീയങ്ങൾ, പ്രത്യേകിച്ച് ഇത് സാധാരണഗതിയിൽ നമ്മൾ ഇന്ന് ഈ ഹെൽത്തിയാണ് എന്ന് പറഞ്ഞിട്ട് പലരും ജ്യൂസ് എല്ലാം വാങ്ങി കുടിക്കുന്ന ഒരു പ്രകൃതമുണ്ട്. അതും അല്ലെങ്കിൽ ബോട്ടിൽഡായിട്ട് വരുന്ന കുപ്പികളിൽ നിറഞ്ഞ് വരുന്ന പാനീയങ്ങൾ, ജ്യൂസുകൾ, ഇത് ദയവ് ചെയ്ത് ഒഴിവാക്കുക. കാരണം ഇതിൽ ധാരാളം അമിതമായിട്ട് പഞ്ചസാരയും അതുപോലെ തന്നെ ഫ്രക്ടോസും എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇത് പലപ്പോഴും യൂറിക് ആസിഡ് കൂടാനായിട്ട് ഒരു കാരണമാകുന്നുണ്ട്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ശരീരഭാരം കൂടാനായിട്ട് അനുവദിക്കാതിരിക്കുക. അപ്പോൾ ശരീരഭാരം കൂടാതെ അനുവദിക്കാതിരിക്കാൻ എന്താണ് വേണ്ടത്? വേണ്ട രീതിയിലുള്ള ഭക്ഷണ നിയന്ത്രണം, അതോടൊപ്പം തന്നെ നിങ്ങൾ വേണ്ട രീതിയിൽ വ്യായാമം. ഇനി കടുത്ത വ്യായാമങ്ങൾ, പ്രത്യേകിച്ച് നമുക്കറിയാം വേദന നിലനിൽക്കുന്ന സമയത്ത് പലർക്കും കടുത്ത വ്യായാമങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മൾ യോഗ പോലെയുള്ള അഭ്യാസങ്ങൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്, നിങ്ങൾ സ്ട്രെസ്, നിങ്ങളുടെ ജീവിത സംഘർഷം കൂടിയാണ് നിൽക്കുന്നതെങ്കിൽ ജീവിത സംഘർഷത്തിനും നമ്മളുടെ യൂറിക് ആസിഡ് ലെവലിനും തമ്മിലും കൂടി ബന്ധമുണ്ട്. ഇത് മനസ്സിലാക്കി ജീവിത സംഘാനുള്ള നിങ്ങൾ ചെയ്യണം. അതിനുള്ള വഴി നമ്മളിവിടെ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മെഡിറ്റേഷൻ ട്രെയിനിങ്, അല്ലേ? അപ്പോൾ ഈ സുഹൃത്ത് ദയവ് ചെയ്ത് ഈ മെഡിറ്റേഷൻ, ഇതിന് മുന്നുള്ള ക്ലാസ്സുകളെല്ലാം കാണുക, മെഡിറ്റേഷൻ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക, നിങ്ങളുടെ സ്ട്രെസ് ലെവൽസ് കുറയ്ക്കുക. അതേപോലെ തന്നെ വേണ്ട രീതിയിൽ ഉറക്കം, നല്ല രീതിയിലുള്ള ഉറക്കവും യൂറിക് ആസിഡിനെ കൺട്രോളിൽ നിർത്താനായിട്ട് ആവശ്യമാണ്. അപ്പോൾ ഉറക്കവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു പ്രത്യേക എപ്പിസോഡ് തന്നെ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൽ ഉറക്കക്കുറവ് പരിഹരിക്കാൻ, അതുമല്ലെങ്കിൽ ഉറക്കക്കുറവിനെ, യെസ് ദിനേഷ് മേനോൻ, ഗുഡ് ഈവനിങ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഉറക്കക്കുറവിനെ വേണ്ട രീതിയിൽ പരിഹരിക്കുക. ഈ കാര്യങ്ങളും യൂറിക് ആസിഡ് നിങ്ങളുടെ ശരീരത്തിൽ കൂടിയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. അപ്പോൾ സോ വി വർ ഡിസ്കസിങ് സം ഒരു കാര്യം കൂടി, അതുപോലെ ആൽക്കഹോൾ. ദയവ് ചെയ്ത് പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഇത് ബിയർ കുടിക്കുന്നത് മാത്രമാണ് ഈ യൂറിക് ആസിഡ് ശരീരത്തിൽ കൂട്ടുകയുള്ളൂ എന്ന്. അത് തെറ്റായ ധാരണയാണ്. കാരണം ഏത് തരത്തിലുള്ള ആൽക്കഹോളും യൂറിക് ആസിഡ് ഉള്ളവർക്ക് നമുക്കറിയാം അത് ശരീരത്തിലെ അസിഡിറ്റി കൂട്ടുകയാണ് ചെയ്യുക. രണ്ട്, ആൽക്കഹോൾ ശരീരത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഈ ആൽക്കഹോൾ കഴിച്ചതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന പല ബൈ പ്രോഡക്ട്സിനെയും ഇതിൻ്റെ ഫലമായിട്ട് പുറന്തള്ളേണ്ട മാലിന്യങ്ങളിലേക്ക് ശരീരത്തിൻ്റെ ശ്രദ്ധ പോവുകയും ഇതിൻ്റെ ഫലമായിട്ട് യൂറിക് ആസിഡ് ശരീരത്തിൽ കൂടുന്നതും അതുമല്ലെങ്കിൽ തങ്ങിക്കെട്ടി കിടക്കുന്നതുമാണ് കാണുന്നത്. അതുകൊണ്ട് ആൽക്കഹോളിൻ്റെയും പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ഇത്രയും കാര്യങ്ങൾ ദയവ് ചെയ്ത് മനസ്സിൽ വയ്ക്കുക. So we were discussing the other measures that we should keep in mind when you are having high uric acid level. One, check that you are not taking, make sure that you are not taking excess sugar and sugary juices and other drinks if you are having high uric acid level. And it has been found that if you are having if you take high sugar content food, there are chances that your uric acid levels may increase. And also if you are having pre-diabetic
or in cases of type 2 diabetes, usually the insulin level in the body will be increased, and increased insulin level in the blood, this itself is a trigger for uric acid again. So this also, along with the diet, you have to check these factors as well, and also try to see that your stress levels are managed properly, and for that you can and also do exercise. And maybe if you are having high uric acid level because of the pain in some of the joints, it may not be possible for you to do heavy physical activities. In such cases, yoga is the best option. And for stress management, we are practicing this meditation technique for a while. And please do watch our previous episodes and do practice meditation so that it will help you to reduce stress levels. And also make sure that you are sleeping properly. And we had a special episode on sleep hygiene itself. And please do watch that episode and you will get some tips on how to have a good sleep. And also try to keep your stress levels down. These things are also very important. And one misnotion that many people do carry is that alcohol, only beer contains high purine, so I can take any other sort of alcohol, but it is not true. Of course, beer is very high in purine, so you should avoid it. But when you take alcohol, what happens is the byproducts or the other waste products which are being made in our body, the body finds it difficult to excrete these things. So what happens is the body's concentration goes on to these byproducts of alcohol. As a result, the uric acid will get accumulated in the body. So it is better to avoid alcohol as such if you are having high uric acid levels. അപ്പോൾ ഇനി ഇദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഭാഗം നമുക്ക് പെട്ടെന്ന് സമയക്കുറവ് കൊണ്ട് അത് വളരെ പെട്ടെന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഒന്ന്, ആപ്പിൾ സിഡാർ വിനെഗർ അദ്ദേഹം കഴിക്കുന്നുണ്ട്. ഒരു സ്പൂൺ വെള്ളത്തിൽ ചേർത്ത് അദ്ദേഹം കഴിക്കുന്നുണ്ട്. ഇത് നല്ലതാണോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ആപ്പിൾ സിഡാർ വിനെഗർ ഇന്ന് ധാരാളം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സപ്ലിമെൻ്റ് തന്നെയാണ്, ഒരു ഭക്ഷ്യ സപ്ലിമെൻ്റ് തന്നെയാണ്. അത് കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ യൂറിക് ആസിഡ് ആപ്പിൾ സിഡാർ വിനെഗറിൻ്റെ ഉപയോഗം കൊണ്ട് കുറയുന്നതായിട്ട് പഠനങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ ആപ്പിൾ സിഡാർ വിനെഗർ സ്ഥിരമായി കഴിക്കുന്നത് നമ്മളുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ പ്രോസസ്സിനെ, അതുമല്ലെങ്കിൽ നീർക്കെട്ട് പോലെയുള്ള അവസ്ഥകൾ ഉണ്ടാക്കുന്നതിനെ തടയുമെന്നും വെയിറ്റ് ലോസിന് അത് സഹായകരമാണ് എന്നും പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആപ്പിൾ സിഡാർ വിനെഗർ കഴിക്കുന്നതിൽ തെറ്റില്ല. യു ക്യാൻ കണ്ടിന്യൂ ദാറ്റ്. പിന്നെ ആപ്പിൾ സിഡാർ വിനെഗറിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചുമെല്ലാം ഞാൻ വേറൊരു എപ്പിസോഡ് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് ചർച്ച ചെയ്യാം. മൂന്ന്, അദ്ദേഹം ചോദിച്ച ചോദ്യം അതായത് ഇഞ്ചി, അതുപോലെ തന്നെ കുരുമുളക്, സിന്നമോൺ, ഇതെല്ലാം ചേർത്ത് അദ്ദേഹം ഒരു പാനീയം കഴിക്കുന്നുണ്ട്. ഇത് കഴിക്കുന്നതിൽ തെറ്റുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള മറുപടി ഈ പറഞ്ഞ പോലെ തന്നെ ഇഞ്ചിയും സിന്നമോണും തീർച്ചയായിട്ടും സിന്നമോൺ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ട് എന്ന്, പ്രത്യേകിച്ച് യൂറിക് ആസിഡ് കൺട്രോളിന് അത് സഹായിക്കുമെന്നുമുള്ള പഠനങ്ങൾ ഇന്ന് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് എലികൾ നടത്തിയ ചില പഠനങ്ങൾ കാണിച്ചിട്ടുള്ളത് ഇത് യൂറിക് ആസിഡിൻ്റെ ലെവൽ കുറയ്ക്കാനായിട്ട് സഹായകമാണ് എന്ന് തന്നെയാണ്. അപ്പോൾ സിന്നമോൺ ചേർന്ന പാനീയങ്ങൾ കഴിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഇതെല്ലാമാണെങ്കിലും ഭക്ഷണ ക്രമീകരണം, അതിലുള്ള യഥാർത്ഥത്തിലുള്ള ശ്രദ്ധയാണ് നിങ്ങൾ ഏറ്റവും അധികം മനസ്സിൽ വയ്ക്കേണ്ടത്. അതോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള വ്യായാമം, ആരോഗ്യകരമായ ജീവിതം, സ്ട്രെസ് മാനേജ്മെൻറ്റ്, ഇത്രയും കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധ വച്ചാൽ തീർച്ചയായിട്ടും യൂറിക് ആസിഡിൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ സാധിക്കും. അതേപോലെ വേദന വളരെ കടുത്തിയ അവസ്ഥയിലാണെങ്കിൽ അക്യുപഞ്ചർ ഇതിന് വളരെ ഇഫക്റ്റീവായിട്ടാണ് കാണുന്നത്. അക്യുപഞ്ചർ ഈ ഗൗട്ടിൻ്റെയും അതുപോലെ തന്നെ യൂറിക് ആസിഡ് മൂലമുണ്ടാകുന്ന വേദനകളെയും കുറയ്ക്കാനായിട്ട് ഫലപ്രദമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി ഒന്ന് കുറച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഇതൊരു പേസ്റ്റ് രൂപത്തിലാക്കി ഒരു തുണിയിൽ മുക്കി ഈ തുണി വേദനയുള്ള ഭാഗത്തൊന്ന് ഇട്ട് കൊടുക്കുന്നതും ഗുണകരമായിട്ട് കണ്ടിട്ടുണ്ട്. ഇത് ചെറിയ ഒരു ടിപ്പ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളും കൂടി, യെസ് അഭിശ്രാം, ഗുഡ് ഈവനിങ്. അപ്പോൾ ഈ കാര്യങ്ങളും നമ്മളൊന്ന് വേണ്ട രീതിയിൽ ഒന്ന് നോക്കുന്നത് എന്തായാലും നന്നായിരിക്കും. So the second part and third part of the his WhatsApp message, we were discussing whether apple cider vinegar is good for high uric acid. It has not been found that apple cider vinegar directly reduces the uric acid level in your body, but of course you can take apple cider vinegar if you are having high uric acid, because it has been found to reduce the inflammatory process in your body, and also it helps to reduce the weight.
So these are scientifically documented. So there is no issues if you take apple cider vinegar if you are having high uric acid. It may indirectly help you to reduce the symptoms. And secondly, he is taking a mixture of ginger, I told you, like pepper, cinnamon and all. And this liquid he can continue taking, because cinnamon and ginger, cinnamon especially, it has been found to have some phytophenols which help to reduce the uric acid. So cinnamon is a good supplement. He can continue taking that. And ginger also is good in such conditions. And another small tip that you can do is you can make a paste. You can add some ginger into water and boil it and make a paste of ginger and dip a cloth in this mixture, and this cloth can be applied over the painful region. It may help you to reduce the pain. It is a small tip. So these things you should keep, but always keep in mind there is no reduction in uric acid if you continue taking the wrong diet, and if you don't check your diet, and if you don't check your sugar intake, of course uric acid level will continue to be high. അതുകൊണ്ട് ദയവ് ചെയ്ത് ഭക്ഷണത്തിലും നിങ്ങളുടെ ജീവിതശൈലിയിലും സ്ട്രെസ് മാനേജ്മെൻറ്റിലും അതുപോലെ തന്നെ ഉറക്കത്തിലുമെല്ലാം ശ്രദ്ധ കൊടുക്കുക. തീർച്ചയായിട്ടും ഹൈ യൂറിക് ആസിഡിനെ നമുക്ക് കുറച്ച് എടുക്കാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു യൂറിക് ആസിഡ് ലെവലിനെ കുറിച്ചുള്ള ഈ ക്ലാസ് മനസ്സിലായി എന്നും ഇത് ഇഷ്ടമായി എന്നും വിശ്വസിക്കുന്നു. ഈ ചോദ്യം ചോദിച്ച വ്യക്തിക്ക് ഉത്തരങ്ങൾ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനിയും എന്തായാലും എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്. ഇനിയും സംശയങ്ങളുണ്ടെങ്കിൽ ഡയറക്റ്റ് ആ നമ്പറിൽ തന്നെ എന്നെ വിളിക്കാവുന്നതുമാണ്. കൂടുതൽ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ചർച്ച ചെയ്യാം. ഇപ്പോൾ സമയക്കുറവ് കൊണ്ട്, സമയപരിമിതി കൊണ്ട് നമ്മൾ ഇവിടെ നിർത്തുകയാണ്. ഇനി നമുക്ക് മെഡിറ്റേഷനിലേക്ക് വി വിൽ മൂവ് ടു ദ മെഡിറ്റേഷൻ പ്രാക്ടീസ്. എല്ലാവരും മെഡിറ്റേഷന് വേണ്ടി തയ്യാറെടുക്കുക. ഗെറ്റ് റെഡി ഫോർ ദ മെഡിറ്റേഷൻ ട്രെയിനിങ്. സിറ്റ് സ്ട്രെയിറ്റ്, eyes closed. Switch off your mobiles. Also switch off any electronic gadgets if they are operating nearby. മൊബൈലുകൾ സ്വിച്ച് ഓഫ് ചെയ്യുക. കുടുംബാംഗങ്ങൾ ഒരുമിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ സാമൂഹികമായ അകലം പാലിച്ച് തന്നെ ഇരിക്കാനായി ശ്രദ്ധിക്കുക. കീപ് സോഷ്യൽ ഡിസ്റ്റൻസിങ് if all the family members are attending this program. Keep one palm over the palm. Sit straight, eyes closed, head straight, spine straight. ശ്വസനം മനസ്സിൽ വീക്ഷിക്കുക. Visualize your breathing in your mind. Okay, Arjun Mani Guragain. He is asking what are the foods to be restricted for arthritis. Of course, we will come to it on another report. Now we are into meditation training. Definitely, maybe tomorrow or day after tomorrow, I'll discuss arthritis for you. Okay, okay, Arjun. So we will move to the meditation practice now. കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. Keep your eyes closed. Now, concentrate on your breathing. Feel the breath flowing in and flowing out. Let it calm down. Let it slow down. The mind and body getting ready for the practice of meditation. Now we will go for the abdominal breathing. Keep right palm over the abdomen above the navel, left palm over the chest region on the left side. ഉദരശ്വസനത്തിന് വേണ്ടി തയ്യാറെടുക്കുക. As you breathe in, visualize your abdominal wall coming up, the diaphragm coming down. As you breathe out, feel the abdominal wall coming down and the diaphragm moving up. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതിനനുസരിച്ച് ഉദരഭാഗം മുകളിലേക്ക് ഉയരുന്നതും പ്രാചീരം അഥവാ ഡയഫ്രം താഴേക്ക് വരുന്നതും അനുഭവിച്ചറിയുക. ശ്വാസം പുറത്തേക്ക് വിടവേ
ഉദരഭിത്ത് താഴേക്ക് വരുന്നതും അതിനനുസരിച്ച് പ്രാചീരം മുകളിലേക്ക് വരുന്നതും അനുഭവിച്ചറിയുക. ലെറ്റ് us start. Inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale. Slowly keep both the palms over the chest. Get ready for the chest breathing. In the chest breathing, visualize the expansion of the chest region as you breathe in. As you breathe out, the chest is contracting. Feel the movement, the upward movements of the ribs as you breathe in, the downward movement as you breathe out. നിങ്ങളുടെ വാരിയെല്ലുകളുടെ ചലനങ്ങൾ ശ്വസനത്തിനനുസരിച്ച് അവ ഉയരുന്നതും താഴുന്നതും അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ചെസ്റ്റ് ബ്രീത്തിങ്. Inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale. Now, slowly keep both the palms on your shoulders. തോൾ ഭാഗത്ത് കൈപ്പത്തികൾ പ്രതിഷ്ഠിച്ച് as you breathe in, feel the upward movement of your shoulders and the apex of your legs. As you breathe out, feel the moving downward. തോൾ ഭാഗങ്ങളുടെ ശ്വസനത്തിനനുസരിച്ചുള്ള ഉയർച്ചയും താഴ്ചയും അനുഭവിച്ചറിഞ്ഞുകൊണ്ട് let us start the shoulder breathing. Inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale. Now, both the palms down. Keep one palm over the other palm. Now go for the full yogic breathing. Visualize the upward movement of your abdomen, the expansion of the chest and upward movement of your shoulders as you breathe in. As you breathe out, the reverse order. Let us practice the full yogic breathing. Inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale,
Exhale. Bring the breathing to normal stage. സാധാരണഗതിയിലേക്ക് ശ്വസനം കൊണ്ടുവരിക. നാം ഇതുവരെ ചെയ്ത ശ്വസനക്രിയകൾ മനസ്സിനും ശരീരത്തിനും വരുത്തിയിരിക്കുന്ന സുഖകരങ്ങളായ മാറ്റങ്ങൾ അനുഭവിച്ചറിയുക. Visualize the beautiful changes all over the body and mind following the breathing practices. Keep a beautiful smile on your face. മുഖത്ത് മനോഹരമായൊരു പുഞ്ചിരി വിരിയട്ടെ. Yes, Sajilal, welcome. Balakrishna Pai, good evening. Now, we will go through the next practice, the step ladder breathing. First, inhalation in step ladder pattern, followed by normal exhalation, then inhalation followed by step ladder exhalation, then combination of both inhalation and exhalation in step ladder pattern. Let us start inhalation in the step ladder pattern. In, hold, in, hold, in, hold, in, hold. Exhale. In, hold, in, hold, in, hold, in, hold. Exhale. In, hold, in, hold, in, hold, in, hold. Exhale. In, hold, in, hold, in, hold, in, hold. Exhale. Now normal inhalation followed by the step ladder exhalation. Reverse the order. Inhale. Yes. Hold. Yes. Hold. Yes. Hold. Yes. Hold. Inhale. Yes. Hold. Yes. Hold. Yes. Hold. Yes. Hold. Inhale. Yes. Hold. Yes. Hold. Yes. Hold. Yes. Hold. Inhale. Yes. Hold. Yes. Hold. Yes. Hold. Yes. Hold. Now let us combine both inhalation and exhalation in the step ladder. The combination: in, hold, in, hold, in, hold, in, hold. Yet, hold, yet, hold, yet, hold, yet, hold. In, hold, in, hold, in, hold, in, hold. Yet, hold, yet, hold, yet, hold, yet, hold. In, hold, in, hold, in, hold, in, hold. Yes, hold, yes, hold, yes, hold, yes, hold. Slowly bring the breathing to normal stage. ശ്വസനം സാധാരണഗതിയിലാക്കി മനസ്സിനും ശരീരത്തിനും കൈവന്നിരിക്കുന്ന സുഖകരങ്ങളായ മാറ്റങ്ങൾ അനുഭവിച്ചറിയുക. Bring the breathing to normal stage. Visualize the beautiful
changes happening to body and mind following the still ladder breathing. Keep a beautiful smile on your face. മുഖത്ത് മനോഹരമായൊരു പുഞ്ചിരി നിറയട്ടെ. Now, open your eyes. നമ്മൾ ഇന്നലെ, അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ, ഡേ ബിഫോർ യെസ്റ്റർഡേ, നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ശ്വസനത്തിൻ്റെ ദൈർഘ്യം കൂട്ടിയെടുക്കാൻ സാധിക്കുക എന്നുള്ളത് നമ്മളൊന്ന് പരിശീലിച്ച് നോക്കി അല്ലേ. നമ്മൾ ഇന്ന് അബ്ഡോമിനൽ ബ്രീത്തിങ്ങും ചെസ്റ്റ് ബ്രീത്തിങ്ങും അതുപോലെ തന്നെ ഷോൾഡർ ബ്രീത്തിങ്ങും ശ്വസനത്തിൻ്റെ പരിധി കൂട്ടിയെടുക്കുന്ന രീതിയിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോവുകയാണ്. അതായത് ഇൻ 2 3 4 എക്സ് 2 3 4 എന്നതാണ് ആദ്യ പടിയെങ്കിൽ, രണ്ടാമത്തതിൽ ഇൻ 2 3 4 5 എക്സ് 2 3 4 5 ഇങ്ങനെ 8 വരെ നമ്മൾ മുകളിലേക്ക് പോകുന്നു. അവിടെ നിന്ന് താഴേക്ക് തിരികെ വരുന്നു. ഇതേ രീതിയിൽ ചെസ്റ്റ് ബ്രീത്തിങ്ങും അതിനുശേഷം ഷോൾഡർ ബ്രീത്തിങ്ങും പിന്നീട് പൂർണ്ണ യോഗിക ശ്വസനവും നമ്മൾ എക്സ്റ്റൻഷൻ ഓഫ് ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യുകയാണ്. സോ ഡേ ഫോർ യെസ്റ്റർഡേ വി പ്രാക്ടീസ്ഡ് ദ ഫുൾ യോഗിക് ബ്രീത്തിങ് വിത്ത് എക്സ്റ്റൻഷൻ ഓഫ് ബ്രീത്തിങ് മോഡ്, റൈറ്റ്? സോ ഇൻ ദിസ് ദ കമാൻഡ് വിൽ ബി ഇൻ 2 3 4. Without the holding or without holding the breath, you take in a small pieces. The breath should be taken in small pieces, and breathing out also should be in the same manner. But here what we will do is, whether it is the abdominal breathing, whether it is the chest breathing, or whether it is the shoulder breathing or the yogic breathing, we will try to increase the breath each by each. Like on the first stage it will be just 4, then 5, then 5 counts, then 6 counts, 7 count, and up to 8. And then we will come down from 8 to 4. Okay, so let us get ready for abdominal breathing with extension pattern. Keep right palm over the abdomen, left palm over the chest region. Yes, Basil, namaskaram. Now let us go for abdominal breathing with extension. In 2 3 4. Yeah, 2 3 4. In 2 3 4 5. Yeah, 2 3 4 5. In 2 3 4 5 6. Yeah, 2 3 4 5 6. In 2 3 4 5 6 7. Yeah, 2 3 4 5 6 7. In 2 3 4 5 6 7 8. Yeah, 2 3 4 5 6 7 8. Now in the descending order. In 2 3 4 5 6 7. Yeah, 2 3 4 5 6 7. In 2 3 4 5 6. Yeah, 2 3 4 5 6. In 2 3 4 5. Yeah, 2 3
4, 5. In, 2, 3, 4. Yes, 2, 3, 4. Now, slowly keep the palms down, one palm over the other palm. നോർമൽ ബ്രീത്തിങ്, സാധാരണമായ ശ്വസനം. ഒരു കൈപ്പത്തി മറ്റൊരു കൈപ്പത്തിക്ക് മുകളിൽ വച്ച് ധ്യാനാവസ്ഥയിൽ തുടരുക. മനസ്സിനും ശരീരത്തിനും കൈവന്നിരിക്കുന്ന സുഖകരങ്ങളായ മാറ്റങ്ങൾ മനസ്സിൽ അനുഭവിച്ചറിയുക. കീപ് എ ബ്യൂട്ടിഫുൾ സ്മൈൽ ഓൺ യുവർ ഫേസ്. Now, let us go for the chest breathing in the same manner. ഇവിടെയും ഇതേ രീതിയിൽ ഉദരശ്വസനം നാം ഇപ്പോൾ അഭ്യസിച്ച അതേ രീതിയിൽ, just like we did the abdominal breathing with extension, the same way we are going to practice the chest breathing now. Keep both the palms on your chest. Now, let us start. In, 2, 3, 4. Yes, 2, 3, 4. In, 2, 3, 4, 5. Yes, 2, 3, 4, 5. In, 2, 3, 4, 5, 6. Yes, 2, 3, 4, 5, 6. In, 2, 3, 4, 5, 6, 7. Yes, 2, 3, 4, 5, 6, 7. In, 2, 3, 4, 5, 6, 7, 8. Yes, 2, 3, 4, 5, 6, 7, 8. Now, the descending pattern. In, 2, 3, 4, 5, 6, 7. Yes, 2, 3, 4, 5, 6, 7. In, 2, 3, 4, 5, 6. Yes, 2, 3, 4, 5, 6. In, 2, 3, 4, 5. Yes, 2, 3, 4, 5. In, 2, 3, 4. Yes, 2, 3, 4. Now, keep the palms down, one palm over the other palm. Keep your eyes closed. Feel the beautiful relaxation all over the body and mind. മനസ്സും ശരീരവും ശാന്തമാകുന്നത് അനുഭവിച്ചറിയുക. Now, keep both the palms over the shoulders, the shoulder breathing with extension. Let's start. In, 2, 3, 4. Yes, 2, 3, 4. In, 2, 3, 4, 5. Yes, 2, 3, 4, 5. In, 2, 3, 4, 5, 6. Yes, 2, 3, 4, 5, 6. In, 2, 3, 4, 5, 6, 7. Yes, 2, 3, 4, 5, 6, 7. In, 2, 3, 4, 5, 6, 7, 8. Yes,
2, 3, 4, 5, 6, 7, 8. The descending order. In, 2, 3, 4, 5, 6, 7, 8, 2, 3, 4, 5, 6, 7. In, 2, 3, 4, 5, 6, 8, 2, 3, 4, 5, 6. In, 2, 3, 4, 5. Yeah. 2, 3, 4, 5. In, 2, 3, 4. Yeah. 2, 3, 4. Slowly. Keep the palms down. One palm over the other palm. Eyes closed. Feel the beautiful relaxation all over the body and mind, following the shoulder breathing with extension. Keep a beautiful smile on your face. മനസ്സും ശരീരവും അഗാധമായ ശാന്തതയിൽ പൊഴുകുന്നത് അനുഭവിച്ചറിയുക. Now let us practice the full yogic breathing with extension. So try to visualize with each breath, try to visualize the changes happening to all the three parts, the abdomen, the chest and the shoulders. Let us start. Full yogic breathing with extension. In, 2, 3, 4, 8, 2, 3, 4, 8, 2, 3, 4, 5, 8, 2, 3, 4, 5, in, 2, 3, 4, 5, 6, 8, 2, 3, 4, 5, 6, in, 2, 3, 4, 5, 6, 7, 8, 2, 3, 4, 5, 6, 7, in, 2, 3, 4, 5, 6, 7, 8, 2, 3, 4, 5, 6, 7, 8. The descending pattern. In, 2, 3, 4, 5, 6, 7, 8, 2, 3, 4, 5, 6, 7. In, 2, 3, 4, 5, 6, 8, 2, 3, 4, 5, 6. In, 2, 3, 4, 5, 8, 2, 3, 4, 5. In, 2, 3, 4, 8, 2, 3, 4. Slowly finish the practice. Keep one palm over the other palm. Feel the beautiful relaxation all over the body and mind, following the breathing with extension. The full yogic breathing has calmed down the body and mind. മനസ്സും ശരീരവും അഗാധമായ വിശ്രമാവസ്ഥയെ പൊഴുകുന്നത് അനുഭവിച്ചറിയുക.
Now, just open your eyes. In the last few sessions, we practiced abdominal breathing, the chest breathing, and the shoulder breathing with a, u, sounds. Right? നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സിലായിട്ട് ഉദരശ്വസനം, അതുപോലെ തന്നെ ചെസ്റ്റ് ബ്രീത്തിങ്, ഷോൾഡർ ബ്രീത്തിങ്, ഇതെല്ലാം തന്നെ വിവിധങ്ങളായ ശബ്ദങ്ങളുടെ, ശബ്ദവീചികളുടെ അകമ്പടിയോടുകൂടിയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ പ്രാക്ടീസുകളും ഒരല്പം നമ്മളുടെ ഈ പറഞ്ഞ എക്സ്റ്റൻഷൻ പാറ്റേണിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. സോ നൗ വി ട്രൈ ടു ഇൻട്രൊഡ്യൂസ് this extension of breathing in this sound breathings as well. Okay, so what we do is in inhalation, for example, if we are doing the abdominal breathing, keep right palm over the abdomen and the left palm over the chest region. Now it will be like in 2 3 4. When this command is given, the abdominal wall will be slowly coming up. But instead of exhalation, what you do is you try to make the ah sound, but in the mind you should keep this count. The next count will be in 2 3 4 5. But the agara then will be not 4 counts, then agara will be 5 counts. This way we try to increase the extension. We are trying to extend the sounds as well. Okay, instead of the exhalation, we try to increase the time of the sound. Okay, let's practice now. Keep right palm over the abdomen, the left palm over the chest. Get ready for the abdominal breathing with agara, with extension. Let us practice. Sit straight, eyes closed. In 2 3 4. In 2 3 4 5. In 2 3 4 5 6. In 2 3 4 5 6 7. In 2 3 4 5 6 7 8. Now the descending pattern. In 2 3 4 5 6 7. In 2 3 4 5 6. In 2 3 4 5. In 2 3 4. Slowly, palms down, one palm over the other palm. Feel the beautiful relaxation over the body and mind. Keep a beautiful smile on your face. മുഖത്ത് മനോഹരമായൊരു പുഞ്ചിരി വിരിയട്ടെ. Keep your eyes closed. Now, let us practice the chest breathing, but
This will be with Ugara in the same manner. In, 2, 3, 4. In, 2, 3, 4, 5. In, 2, 3, 4, 5, 6. In, 2, 3, 4, 5, 6, 7. In, 2, 3, 4, 5, 6, 7, 8. In, 2, 3, 4, 5, 6, 7. In, 2, 3, 4, 5, 6. In, 2, 3, 4, 5. In, 2, 3, 4. Slowly keep the palms down, one palm over the other palm. Feel the beautiful relaxation all over the body and mind, following the chest breathing with extension and Ugara. Now, keep the palms over the shoulders. Let us practice the shoulder breathing with extension and Makara. In, 2, 3, 4. In, 2, 3, 4, 5. In, 2, 3, 4, 5, 6. In, 2, 3, 4, 5, 6, 7. In, 2, 3, 4, 5, 6, 7, 8. The descending order. In, 2, 3, 4, 5, 6, 7. In, 2, 3, 4, 5, 6. In, 2, 3, 4, 5. In, 2, 3, 4. Keep the palms down, one palm over the other palm. Feel the beautiful relaxation throughout the body and mind. മനസ്സിലും ശരീരത്തിലും നിറയുന്ന സുഖകരമായ വിശ്രമാവസ്ഥ
അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നിലകൊള്ളുക. Now practice full yogic breathing your own. പൂർണ്ണ യോഗിക ശ്വസനം സാധാരണ രീതിയിൽ അഭ്യസിക്കുക. പ്രാക്ടീസ് ഇറ്റ് ഇൻ നോർമൽ മാനർ. ഓൺ യുവർ ഓൺ പേസ്. നിങ്ങളുടേതായ രീതിയിൽ പൂർണ്ണ യോഗിക ശ്വസനം അഭ്യസിക്കുക. ശ്വസനത്തിനനുസരിച്ച് ഉദരവും നെഞ്ചും തോളുകളും ഉയരുന്നതും ശ്വാസത്തേക്ക് വിടുമ്പോൾ താഴുന്നതും ചുരുങ്ങുന്നതും അനുഭവിച്ചറിഞ്ഞുകൊണ്ട്. ഫീൽ ദ മൂവ്മെൻറ്റ്സ് ഓഫ് യുവർ അബ്ഡമൻ, ദ ചെസ്റ്റ് ആൻഡ് ദ ഷോൾഡേഴ്സ് as you inhale and exhale. Practice on your own pace. Keep your spine straight, head straight. Keep your eyes closed. Feel the deep relaxation flowing throughout the body and mind. The complete silence inside. മനസ്സിലും ശരീരത്തിലും നിറയുന്ന സുഖകരമായ നിശബ്ദത. The silence. The state of meditation. ധ്യാനത്തിൻ്റെ മൂർത്തഭാവം. Now, without disturbing the relaxation, repeat the positive commands in your mind without opening your mouth. Repeat the commands in your mind. ഞാൻ പറയുന്ന വാചകം മനസ്സിൽ നിശബ്ദമായി മനസ്സിനോട് ഉരുവിടുക, ചുണ്ടുകൾ അനക്കാതെ. I am completely healthy. I am filled with confidence. I am completely healthy. I am filled with confidence. I am completely healthy. I am filled with confidence. ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്. എന്നിൽ ആത്മവിശ്വാസം നിറയുന്നു. ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്. എന്നിൽ ആത്മവിശ്വാസം നിറയുന്നു. ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്. എന്നിൽ ആത്മവിശ്വാസം നിറയുന്നു. മനസ്സിനോട് ഉരുവിടുക. Repeat in your mind. Keep a beautiful smile on your face. Absorb this confidence and health into the deepest core of your mind and heart. ഈ ഒരു ആത്മവിശ്വാസത്തെ, ആരോഗ്യത്തെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അഗാധ തലങ്ങളിലേക്ക് സ്വാംശീകരിച്ചുകൊണ്ട്, സ്വയത്തമാക്കിക്കൊണ്ട്, slowly, very slowly open your eyes. കണ്ണുകൾ തുറക്കുക. ഇനി മെല്ലെ എപ്പോഴും ചെയ്യുന്ന പോലെ let us go for the palming. Rub the palms together, make them warm and apply this warm all around your eyes. കണ്ണുകൾക്ക് ചുറ്റുമായി ഈ ഒരു ഇളം ചൂട് പകർന്നു കൊടുക്കുക. Do it for 3 times. 3 വട്ടം ഇത് ആവർത്തിക്കുക.
So that finishes today's practice. That's all for today. അപ്പോൾ ഇന്നത്തേക്ക് നമുക്ക് ഇവിടെ നിർത്താം. എല്ലാവർക്കും തന്നെ സോ ജസ്റ്റ് വൺ ക്വസ്റ്റ്യൻ, ഒരു ചോദ്യം എല്ലാവരോടും ചോദിക്കാനുള്ളത്. കുഡ് യു ഫോളോ ദിസ് എക്സ്റ്റൻഷൻ പാറ്റേൺ ഓഫ് ബ്രീത്തിങ് in abdominal, chest and the shoulder breathings? How many of you could follow it or do it rightly? How many of you are confident that you have done it in the right manner and you got the technique right? Please do answer me yes or no. There is no need of big descriptions so that I can plan up the next session accordingly. That's fine. Please do reply me. Yes, Samir, good. Samir gave a yes, good. And what about others, those who are attending? I think Maya, Lalitambika, Pragati, Shamir, Gayatri. Yeah. Yes, Gayatri. Yes. Okay. Then, anyone else? If you are not confident also, you can reply me. Then only I can modify the techniques or modify the commands accordingly. That's fine. Yes, Shiva. Okay. Yes. Good. Okay, so at least 3 or 4 of you. Okay, Maya, yes, okay. So many of you could do it rightly, even if you are not confident that you have done it wrong. You are done it right. Don't worry. Okay, Jidesh also give yes. Okay, that's good. അപ്പോൾ കുറേ പേർക്ക് ഇത് നല്ല രീതിയിൽ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിൽ അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഹോംവർക്ക്. സോ ദിസ് ഈസ് യുവർ ഹോംവർക്ക് ഫോർ ടുമോറോ. Because now onwards the sessions will be on alternate days. My clinic has opened and there is a rush it is open after a long time. There is a rush and so there is a limited time which I can also spend on this program now. So that's why we will make it on alternate days. ഒരു ദിവസം ഇടവിട്ട് ഒരു ദിവസം നമുക്ക് ഇത് തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാം. അപ്പോൾ നാളെ നിങ്ങൾ ഈ പ്രാക്ടീസുകൾ ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. യു പ്രാക്ടീസ് ദീസ് ടെക്നിക്സ് വിച്ച് വി ലേൺ ടുഡേ. ഓക്കെ, ജിതേഷ്, അമൃത് ജ്യോതി. ഓക്കെ, ഫസ്റ്റ് ടൈം ജിനേഷ്, ഡോൺ വറി. ഇത് നിങ്ങൾക്ക് ഇതിന് മുന്നുള്ള ടെക്നിക്കുകൾ എല്ലാം തന്നെ നമ്മളുടെ FBയിലും അതുപോലെ തന്നെ യൂട്യൂബിലും കിടപ്പുണ്ട്. അതെല്ലാം ഒന്ന് നോക്കി കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഐഡിയ കിട്ടും. പിന്നെ ജിനേഷിൻ്റെ നമ്പർ ഉണ്ടല്ലോ, അതിലേക്ക് വിളിച്ചോളുക. ആൻഡ് യു ക്യാൻ ക്ലിയർ എനി ഡൗട്ട്സ് യു ഹാവ്. And Anu, okay, Anu, Surya also did it right, and Lakshmi, excellent session ever, feels so light, okay, like a feather. Okay, good, thank you. അപ്പോൾ നമുക്ക് ഇന്നത്തേക്ക് അവസാനിപ്പിക്കാം. സമയം ഓൾറെഡി 6:25 കഴിഞ്ഞു. അപ്പോൾ നമുക്ക് മറ്റന്നാൾ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.